മലയാളത്തിലെ തന്നെ ഏറ്റവും മുൻപന്തിയിലുള്ള രണ്ട് വാർത്താ ചാനലുകൾ തമ്മിലുള്ള മത്സരം നിയമ പോരാട്ടത്തിലേക്ക് തിരിയുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് മേധാവിയും റിപ്പോർട്ടർ ടിവിയുമാണ് പരസ്പരം നിയമ നടപടിക്ക് ഒരുങ്ങിയിരിക്കുന്നത്. വ്യാജ വാർത്ത നൽകിയെന്നാരോപിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ ടിവിക്കെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകി. രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമില്ലാത്ത BPL എന്ന സ്ഥാപനത്തിന്റെ ഭൂമിയിടപാടുമായി ബന്ധപ്പെടുത്തി വ്യാജ വാർത്ത നൽകിയെന്നാണ് ആരോപണം. അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിരന്തരം വ്യാജ വാർത്തകൾ ചമച്ചെന്ന് ആരോപിച്ചാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ റിപ്പോർട്ടർ ടിവിയുടെ നിയമ നടപടി. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ 15 പേർക്കാണ് ആന്റോ അഗസ്റ്റിൻ മേധാവിയായ റിപ്പോർട്ടർ ടിവി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 150 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷാണ് റിപ്പോർട്ടർ ടിവിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ ടിവി ഉടമ ആന്റോ അഗസ്റ്റിൻ, എഡിറ്റോറിയൽ മേധാവിമാരായ അരുൺകുമാർ, സ്മൃതി പരുത്തിക്കാട്, ജിമ്മി ജെയിംസ്, സുജയ പാർവതി, തിരുവനന്തപുരം ബ്യൂറോയിലെ റിപ്പോർട്ടർമാർ, കർണാടകയിലെ അഭിഭാഷകനായ KN ജഗദീഷ് കുമാർ എന്നിവർക്കെതിരെയാണ് കേസ് നൽകുന്നത്. പാർട്ടിയെ അപകീർത്തിപ്പെടുത്തി വ്യാജ വാർത്ത സംപ്രേഷണം ചെയ്തെന്ന് നോട്ടീസിൽ പറയുന്നു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തി വ്യാജ വാർത്ത ചെയ്തുവെന്നും ഇതുവഴി പാർട്ടിക്ക് വലിയ മാനനഷ്ടം സംഭവിച്ചെന്നും എറണാകുളത്തെ RVS അസോസിയേറ്റ് വഴി ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ അഡ്വക്കേറ്റ് എസ് സുരേഷ് ആരോപിക്കുന്നു. റിപ്പോർട്ടർ ടിവി ബി.ജെ.പി. അധ്യക്ഷനെതിരെ ചെയ്ത മുഴുവൻ വാർത്തകളും 7 ദിവസത്തിനകം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും വക്കീൽ നോട്ടീസ് ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം റിപ്പോർട്ടർ നൽകിയ മറ്റൊരു ഹർജിയിൽ വ്യാജ വാർത്തകൾ നൽകുന്നതിൽ നിന്ന് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളെ ബംഗളൂരു പ്രിൻസിപ്പൽ സിറ്റി സിവിൽ കോടതി വിലക്കി. ഇതിനു പിന്നാലെയാണ് പുതിയ നോട്ടീസ്.